ഹലോ, അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇതൊരു മലബാറി ഐറ്റം ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മലപ്പുറം കോഴിക്കോട് ആ ഏരിയയിലൊക്കെ ഭയങ്കര എല്ലാവർക്കും അറിയാവുന്ന ഒരു ഐറ്റമാണ്. ഞാൻ ഫസ്റ്റ് ടൈം കഴിക്കുന്നത് വെച്ചാൽ ഷംലു തന്നിട്ടാണ്. അപ്പം ഞാനും വിചാരിച്ചു ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കായിരുന്നു. അപ്പം അന്ന് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പോൾ അതൊരു പത്തിരിയുടെ കൂടെ കണ്ട ഞാൻ കഴിച്ചത്. അപ്പോൾ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ ട്രൈ ചെയ്തിട്ട് അപ്പം നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. എണ്ണ ചൂടാക്കിയിട്ട് പാനിനകത്തോട്ട് നമ്മൾ ഇഞ്ചി കുറച്ച് വെളുത്തുള്ളിയും കൂടിയിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇനി ആ ഫ്രൈ ആയിട്ട് വരുന്ന സമയത്ത് കുറച്ച് എന്താ പറയുക മീഡിയം സൈസുള്ള ഒരു സവോളയും ഒരു എരിവ് എത്ര ആവശ്യമുണ്ടോ നിങ്ങൾക്ക് എരിവിന് ആവശ്യത്തിനുള്ള മുളക് ഞാനിവിടെ 4 മുളക് കീറിയിട്ടിട്ടുണ്ടായിരുന്നു. അതും കൂടി വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് ഞാൻ ഏഡാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 വലിയ തക്കാളി തന്നെയാണ്. തക്കാളി കുറച്ച് എന്താ പറയുക ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള സംഭവം തക്കാളിയാണ്. ഞാൻ കുറച്ച് അധികം തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി തക്കാളിയിലോട്ട് ആ സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കുക. തക്കാളി വേവാനായിട്ടൊരു സമയം എടുക്കും. അപ്പോൾ നമ്മൾ ഇച്ചിരി അടച്ച് വെച്ചിട്ട് ചെറുതീയിലിട്ട് വേവിച്ചെടുക്കുക. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പോ അല്ലെങ്കിൽ എന്താ പറയുക ചപ്പാത്തിയോ പത്തിരിയോ അങ്ങനത്തെ ഐറ്റംസിൻ്റെ ഒക്കെ കൂടെ നിങ്ങൾക്ക് എന്തായാലും സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാം. ഞാനിത് ട്രൈ ചെയ്തിട്ട് ചപ്പാത്തിയുടെ കൂടെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇത് ട്രൈ ചെയ്യണ സമയത്ത് എന്താ പറയുക വലിയ ചോറിൻ്റെ കൂടെ തിന്നാന്നുള്ള പ്രതീക്ഷയൊന്നും വേണ്ട. ജസ്റ്റ് എന്താ പറയുക ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ കഴിക്കാന്നുള്ള പ്രതീക്ഷയിൽ മാത്രം ഉണ്ടാക്കിയാൽ മതി. ഇത്രയും വെന്ത് വരുന്നതിനുള്ളിൽ നമുക്ക് അരപ്പ് റെഡിയാക്കാം. എന്താ പറയുക തേങ്ങയും പെരിഞ്ചീരകവും മഞ്ഞൾപ്പൊടി ഇട്ട് അരപ്പ് റെഡിയാക്കിയതിന് ശേഷം നല്ലപോലെ ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് ഈ ഒരു മിക്സ് ഇതിനകത്തോട്ട് ചേർത്ത് നല്ലപോലെ ഇളക്കുക. അതുപോലെ തന്നെ ഇച്ചിരി വെള്ളത്തിൻ്റെ ഇതുണ്ടെന്നുണ്ടെങ്കിൽ അതായത് ഒരു ലൂസ് ടൈപ്പ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി വെള്ളം ആ അരപ്പിൽ ചേർത്തിട്ട് നല്ലപോലെ ഇളക്കി ഒരു സംഭവം ആകുമ്പോഴത്തേനും നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കുരുമുളക് പൊടി ആവശ്യത്തിന് എരിവ് കുറച്ചും കൂടി വേണമെങ്കിൽ എരിവ് നോക്കണം നിങ്ങൾ കേട്ടോ. മുളക് ഇട്ടിട്ടുണ്ട് ഓൾറെഡി. അപ്പം അതിനനുസരിച്ച് കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഇളക്കി ഇതൊന്ന് തിള വന്നു തുടങ്ങുമ്പോൾ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള മുട്ട ഇട്ട് കൊടുക്കാം. നമുക്ക് മുട്ട നമ്മൾ പൊട്ടിക്കുമ്പോൾ ഇതുപോലെ പൊട്ടിച്ചൊഴിക്കുക ഓരോരോ സൈഡിലായിട്ട്. ഒരു മെയിൻ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ട ഇട്ടതിന് ശേഷം നിങ്ങൾ കയ്യിൽ സ്പൂൺ വെച്ച് ഇളക്കാതിരിക്കുക. സംഭവം ഫ്ലെയിം കുറച്ചിട്ടിട്ട് ചെറു തീയിൽ അടച്ച് വെച്ച് വേവിക്കാൻ നോക്കുക. ഇനി അഥവാ നിങ്ങൾക്ക് ഇളക്കണം എന്നുണ്ടെങ്കിൽ ചട്ടി കൈയോടെ പൊക്കിയിട്ട് ഇങ്ങനെ റൗണ്ടായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അത്രേ ഉള്ളൂ. അപ്പോൾ ഇത് വെന്ത് വന്നു, കറി റെഡി ആയിട്ടുണ്ട്. ഇതാണ് മെയിൻ. ഇങ്ങനെയാണ് കറി ഉണ്ടാവും. കറി റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ചപ്പാത്തിയുടെ കൂടെ സെർവ് ചെയ്യാം. അപ്പം ഞാനിവിടെ ചപ്പാത്തിയുടെ കൂടെ ടേസ്റ്റ് ചെയ്ത് നോക്കിയത് എനിക്ക് ഒത്തിരി ഇഷ്ടമായി. നിങ്ങളുടെ പിള്ളേർക്കൊക്കെ ഇത് ഉണ്ടാക്കി കൊടുക്കുക. കാരണം ഇതിൽ വലിയ എരിവൊന്നും ഇല്ലാത്തതുകൊണ്ട് പിള്ളേർക്ക് ഒത്തിരി ഇഷ്ടമാവും. അപ്പം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടൊക്കെ. ബൈ.